മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനം ചേരും. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ എ ഷാജഹാൻ ആയിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്ക് ചേരും. ഈ വാർത്താ സമ്മേളനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കുള്ള തീയതി ആയിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക. ഉച്ചയ്ക്ക് 12 മണിക്ക് ചേരുന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം ഉണ്ടാവുക. മുന്നണികളെല്ലാം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചില കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും അടക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. ഇതിനുശേഷമായിരിക്കും മറ്റു മുന്നണികൾ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അടക്കം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതിയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. ഉച്ചയ്ക്ക് 12 മണിക്ക് ചേരുന്ന വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും മുന്നണികൾ അവരുടെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തുക. വലിയ വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം കാണുക. UDF, LDF, BJP അത് ഘടക മുന്നണികളെല്ലാം തന്നെ തങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിന്റെ നാളുകളിലേക്കായിരിക്കും കടക്കുക. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതോടെ എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പ്രചരണ രീതിയിലേക്ക് കടക്കും. വാശിയേറിയ മത്സരങ്ങൾ തന്നെയാകും ഉണ്ടാവുക. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. ഉച്ചയോടെ 12 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ എ ഷാജഹാൻ ആയിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ അതുപോലെ തന്നെ നമ്മളെ അറിയിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതി ആയിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക. ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും വാർത്താ സമ്മേളനം ചേരുന്നത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതി ആയിരിക്കും ഇന്ന് 12 മണിക്ക് ചേരുന്ന വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രഖ്യാപിക്കുക. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അർത്ഥം അത് തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് നേരുന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇന്ന് സംസ്ഥാനം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീയതി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് നേരുന്ന വാർത്താ സമ്മേളനത്തിലാണ്, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ചേരുന്ന വാർത്താ സമ്മേളനത്തിലാണ് തീയതി പ്രഖ്യാപിക്കുക. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് മുന്നണികൾ എന്ന് തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ മേയർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ കെ ശബരിനാഥൻ ഉൾപ്പെടെ മേയർ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടുതൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കോൺഗ്രസിൻ്റെത് യുവ സ്ഥാനാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം KSUവിൽ നിന്നും അതുപോലെ യൂത്ത് കോൺഗ്രസിൽ നിന്നുമുള്ള നിരവധി പ്രവർത്തകരാണ് ഇത്തവണ സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത്. അതായത് യുവാക്കൾക്കും യുവതികൾക്കും ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് തന്നെ കോഴിക്കോട് നിന്നുള്ള കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രമുഖ സിനിമാ താരങ്ങളായ ജോയ് മാത്യു, VM വിനു ഉൾപ്പെടെയുള്ള അവരെ പരിഗണിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ കൊല്ലം കോർപ്പറേഷനിലും ഈ യുവാക്കളെ നിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഭരണം പിടിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. ഏത് വില കൊടുത്തും തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എല്ലാവരും കളത്തിലിറങ്ങുന്നത്. LDF ആ ഭരണം നിലനിർത്തുമെന്നുള്ള നീക്കത്തിലൂടെയാണ് കളത്തിലിറങ്ങുന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് LDF മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കി നിൽക്കുന്നത്. ബാക്കി കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP ഇന്നലെ 62 പേരുടെ ആദ്യഘട്ട 62 പേരുടെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ മുൻ DGP ആയ R ശ്രീലേഖയുണ്ട്. അതുപോലെ ഈ BJPയുടെ പ്രധാനപ്പെട്ട നേതാവായ VV രാജേഷ് ഉണ്ട്. ഇത്തരത്തിൽ മുൻ കായിക താരം ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയാണ് ഇന്നലെ BJP പുറത്തുവിട്ടത്.
ഏതായാലും പ്രചരണം ഒക്കെ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. പ്രധാനമായും ഈ കഴിഞ്ഞ LDF നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ തന്നെയായിരിക്കും പ്രചാരണ ആയുധമായി ഇരു പാർട്ടികളും ഉന്നയിക്കുക. എന്നാൽ ഈ ഭരണം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് LDF മുന്നോട്ട് പോകുന്നത്. അത് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് കുറിച്ച് ഇപ്പോൾ സസ്പെൻസ് തുടരുകയാണ്. മേയർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതുപോലെ കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ളൊരു കാര്യമാണ് LDFന് മുന്നിലുള്ളത്. കാരണം ഈ കണ്ണൂർ കോർപ്പറേഷൻ രൂപീകൃതമായ സമയത്ത് തന്നെ LDF ആയിരുന്നു ആദ്യം ഭരിച്ചത്. അതിനുശേഷം പിന്നീട് ചില അസ്വാരസ്യങ്ങളെ തുടർന്നാണ് അത് മാറി ഇപ്പോൾ UDFിലേക്ക് ആ ഭരണം നിന്ന്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി UDF തന്നെയായിരുന്നു ഭരിച്ചിരുന്നത്. 6 മാസം കോൺഗ്രസും പകുതി കോൺഗ്രസും പകുതി ലീഗും എന്നുള്ള രീതിയിലാണ് UDF കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം തുടരുന്നത്. ആ ഭരണം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളൊക്കെ തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് LDFും UDFും മുന്നോട്ട് പോകുന്നത്. എന്നാൽ BJP തങ്ങളുടെ ഒരു സീറ്റ് ഉറപ്പിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ ഒരു വേര് ഉറപ്പിക്കുക എന്ന രീതിയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ളൊരു ശ്രമം, കൃത്യമായ ശ്രമം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രമുഖ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. മുൻ DGP ആയ ആർ ശ്രീലേഖയുണ്ട്, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ്. അതുപോലെ VV രാജേഷ് ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം കൗൺസിലർ തന്നെയാണ്, തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർ തന്നെയാണ്. അദ്ദേഹത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രമുഖ താരങ്ങളെ, മുൻ കായിക താരത്തെ, മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനുൾപ്പെടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്, സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അതിനിടെ NDAയിൽ ഇന്നലെ ഒരു ചെറിയൊരു പൊട്ടിത്തെറിയും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. BDJSനെ മാറ്റി നിർത്തിയെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് BDJS 20 മണ്ഡലങ്ങളിൽ ഒറ്റക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനം കൂടിയുണ്ട്. അത് NDA എങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് അറിയേണ്ടത്. കാരണം BDJS ആവശ്യപ്പെട്ട സീറ്റുകളിലൊക്കെ തന്നെയും ഇപ്പോൾ BJP സ്ഥാനാർത്ഥികളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് BDJSനെ സംബന്ധിച്ച് അത് പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ആ ഒരു വിഷയം NDA ബാധിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് നടക്കും. ആ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള അതായത് മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായെന്ന് തന്നെയാണ് മുന്നണികളും പറയുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാൻ തന്നെയാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ യു കേൽക്കർ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ നടക്കുന്ന ഈ സ്ലിപ്പ് വിതരണം 25-നകം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ 24.6% ഇപ്പോൾ വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന് ജില്ലാ കളക്ടർ മേൽനോട്ടം വഹിക്കണമെന്നും ഈ രത്തൻ യു കേൽക്കർ ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനം ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. വൈകാതെ തന്നെ ഇന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും.